മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചിന്താമണ്ഡലങ്ങളെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു കഴിഞ്ഞ 4 എപ്പിസോഡായിട്ട് പറഞ്ഞത്. ഇനിയും തുടർമാനമായിട്ട് അതുമായിട്ട് ചിന്തിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ശരിക്കും ചിന്താഭാരം അതൊരു വലിയ ഭാരം തന്നെയാണ്. അതിൽ നിന്നുള്ളൊരു വിടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഈസി അല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ മാനസികമായിട്ടുള്ള മേഖലകളെ, ശാരീരികമായിട്ടുള്ള മേഖലകൾ, സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ, ആത്മീയ മേഖലകൾ, ഇവിടെ എല്ലാം തന്നെ ഈ ചിന്ത വന്നതിന് ശേഷം നമ്മളെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു വാക്യം, സദൃശവാക്യം 17:22 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. നല്ലൊരു വാക്യമാണിത്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഇവിടെ തന്നെ പറയുന്നൊരു കാര്യമാണ് എ മെറി ഹാർട്ട്, എന്നാൽ സന്തോഷമുള്ളൊരു ഹൃദയം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഹാർട്ട് ഒരു ഔഷധമാണ്, ഒരു മെഡിസിനാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മനസ്സിടിഞ്ഞാൽ, ഇതാണ് ഉദ്ദേശിക്കുന്നത്, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. മനസ്സിടിഞ്ഞാൽ അസ്ഥികൾ ഉണങ്ങിപ്പോവും. മനസ്സിടിഞ്ഞാൽ അസ്ഥികൾ ഉണങ്ങിപ്പോവും. ഈ ബോൺമാരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമ്മ്യൂണിയോളജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ടിഷ്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവിടെയാണ്. ദൈവം 139 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്: അതിശയവും അത്ഭുതകരമായി നിന്നെ സൃഷ്ടിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് പ്രൈമറി ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അത് ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തിലേക്ക് വരുന്ന സാധനങ്ങളെയൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന, അതിന് നമ്മുടെ അസ്ഥിക്കകത്തു നിന്നാണ് അതിൻ്റെ സെൽസ് ഉണ്ടാകുന്നത്. ഇതുകൂടാതെ സെക്കൻഡറി ലൈൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഡിഫൻസ് ഉണ്ട്. അതിനാണ് സാധാരണ നമ്മൾ വാക്സിനേഷനൊക്കെ എടുക്കുന്നത്. വാക്സിനേഷൻ ടെക്നോളജി എടുക്കുമ്പോൾ സെക്കൻഡറി ഡിഫൻസ് സിസ്റ്റം സ്ട്രോങ് ആവും. ഈ ടി സെൽസ്, ബി സെൽസ് എന്നൊക്കെ പറഞ്ഞ ഓർഗൻസം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കരുതലാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത്, ഈ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ബോൺ മാരോയിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് തകർന്ന മനസ്സ്. ഈ അസ്ഥികൾ ഉണങ്ങിപ്പോയാൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടി സെൽസും ബി സെൽസും ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നതുകൊണ്ട് അസ്ഥികൾ ഉണങ്ങിയാലുള്ള സംഭവമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയവും ആ സന്തോഷം പോയിട്ട് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ മുഴുവൻ കരച്ചിലാണ് ഉണ്ടെങ്കിൽ അസ്ഥികൾ ഉണങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, സന്തോഷത്തോടിരിക്കുമ്പോഴേ ഇതിനകത്ത് പ്രൈമറി ഇമ്മ്യൂൺ സിസ്റ്റവും സെക്കൻഡറി ഇമ്മ്യൂൺ സിസ്റ്റവും എല്ലാം, സെക്കൻഡറി ലെവൽ ഓഫ് ഡിഫൻസും എല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാ കാര്യവും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഹൃദയം സന്തുഷ്ടമായിട്ടിരിക്കേണ്ട ആവശ്യമാണ്. സങ്കീർത്തനം 61:2 എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്തിനാണ്? എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഞാൻ രോഗശയ്യയിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. ഞാൻ രോഗ പിടിപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 138 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി. 61 സങ്കീർത്തനത്തിൽ ഞാൻ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കും. അടുത്തത് 138 സങ്കീർത്തനത്തിൽ പറയുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടും. അന്നേരം ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മളെ ധൈര്യപ്പെടുത്തും. നമ്മുടെ ഹൃദയത്തെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല,
ചിന്ത ശരിയായാൽ ധൈര്യം വരും. ഇവിടെ ദാവീദിൻ്റെ ചിന്താമണ്ഡലം ശരിയായി എന്നുള്ള ഭാവമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ചിന്തകളെ നമ്മൾ ശരിയാക്കുക ഏറ്റവും ആവശ്യമാണ്. ഈ ചിന്തയെല്ലാം ഈ ഹൃദയത്തിലാണ് ചെന്ന് പ്രവർത്തിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാർ പോലും വിശ്വസിച്ചില്ല. അതാണ് സത്യം, നമ്മൾക്കറിയാം. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ഉയർപ്പിൻ്റെ കാര്യമൊന്നും ആ ചിന്തയിലൊന്നുമില്ല. യേശു പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കും, 3 ദിവസം കൊണ്ട് പണിയും എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്കതങ്ങോട്ട് വിശ്വസിക്കാനോ അവർക്കത് ചിന്തിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന് നമുക്ക് ഒരു ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ എമ്മുവസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ശിഷ്യന്മാർ യാത്ര ചെയ്ത് കാണുന്നുണ്ട്. അതിൽ യാത്ര ചെയ്തപ്പോൾ യേശുക്രിസ്തുവും അവരോട് കൂടെ നടന്നു. അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി. എമ്മുവസിലുള്ള യാത്രയിൽ 2 ശിഷ്യന്മാരുടെ യേശു ചേർന്ന് നടന്ന് തർക്കിച്ചും വാദിച്ചും നടന്നവരോട് ദൈവം ചേർന്ന് നടക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ നിരാശയും, അവർക്ക് നിരാശയാണ്. എന്താണ് ഇനി അടുത്ത ഇതില്ല, യേശു മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ ആരൊക്കെയോ പറയുന്നു അവൻ്റെ ബോഡി അവിടെ കാണുന്നില്ല, എവിടെ പോയെന്നറിയത്തില്ല, മിഷനെല്ലാം പോയി, ഇനി യഹൂദന്മാർ എവരെ പിടിച്ചു കൊല്ലും, യേശുവിൻ്റെ പുതിയ പ്രസ്ഥാനം നടത്താനായിട്ട് ഇറങ്ങിയവന്മാരാണ് യവന്മാരെന്ന് പറഞ്ഞ് പിടിച്ചു കൊല്ലും എന്ന് മനസ്സിലാക്കി അവർ എമ്മൂസിലേക്ക് ഓടുകയാണ്. അപ്പോഴാ പ്രതിസന്ധിയുടെ സമയത്തും യേശു അവരോട് ചേർന്ന് നടന്ന് കാണുന്നു. അവർക്കത് മനസ്സിലായില്ല. ഇതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങളോടും എന്നോടും കൂടെ ഈ യേശു എപ്പോഴും ചേർന്ന് നടക്കുകയാണ്. നിരാശയുടെ ഘട്ടത്തിൽ, പ്രതികൂലങ്ങളുടെ ഘട്ടത്തിൽ, ഇനി ഫർദറായിട്ട് മുമ്പോട്ടുള്ള എന്താണെന്നുള്ള ഘട്ടത്തിൽ അങ്ങ് നിരാശപ്പെട്ട് പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പ്രതിസന്ധിയെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. യേശു അവരോട് ചേർന്ന് നടന്നു. ദൈവസാന്നിധ്യം അവരോട് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോഴേ യേശു എന്താ അവിടെ ചെയ്തത്? യേശു പഴയ നിയമത്തിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന്, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. എന്താണ് അതിൽ നിന്ന് കാണുന്നത്? അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ദൈവവചനത്താൽ ഹൃദയം കത്തിയ അനുഭവത്തിൽ എന്താണ് മനസ്സിലായതെന്നറിയാമോ? ഹൃദയം കത്തിയ സമയത്ത് അവർ കർത്താവിനെ അതിൻ്റെ എൻഡിൽ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. ദൈവം, യേശു നമ്മുടെ കൂടെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടപ്പോഴും നമ്മൾ നിരാശയുടെ ഗർത്തത്തിലും നിരാശയുടെ കാര്യവും നെഗറ്റീവ് വാക്കും സംസാരിച്ചിങ്ങനെ നടക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ, ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മുടെ നിരാശയിലെ നമ്മൾ ധൈര്യം സംഭരിക്കുകയും നമ്മുടെ നിരാശയെല്ലാം മാറിപ്പോവുകയും ചെയ്യും. യേശു അവിടെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ചെന്ന് അപ്പം നുറുക്കുന്ന സമയത്ത് അവിടെ കണ്ണുകൾ തുറക്കുകയും യേശു അവർക്ക് വെളിപ്പെടുകയും ചെയ്യുന്നു. യേശു അവർക്ക് വെളിപ്പെടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്ന? വേറൊരു വലിയ സംഭവം കാണുന്നു. അവർ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ രാത്രിയിൽ എങ്ങോട്ടേക്ക് ഓടിപ്പോയി, എവിടുന്ന് ഓടിപ്പോയി, അവിടത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ശിഷ്യന്മാരെയാണ് കാണുന്നത്. ഇത് എന്താണ് അത് കാണിക്കുന്നത്? അവിടെ ഹൃദയത്തിലെ ദൈവവചനത്തിൻ്റെ വലിയ വെളിപ്പാട് വന്നപ്പോഴുണ്ടായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള തീ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ആ ഉള്ളിലുള്ള തീ നമ്മുടെ നിരാശ മേഖലകളെ പൊട്ടിച്ച് കളയുന്നതാണ്. പെനീനയാണ് അറിയാമല്ലോ. പെനീന എന്ന് പറഞ്ഞ ഒരു ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പെനീന, ഹന്നയും പെനീനയും. പെനീനയ്ക്ക് കുത്തുവാക്കുകൾ പറയാൻ പഠിച്ചവളാണ്. അവളെപ്പോഴും അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഹന്നയുടെ വായിൽ നിന്ന് അത് വന്നില്ല. ഹന്ന ഒരിക്കലും കുത്തുവാക്ക് പറഞ്ഞില്ല, അവൾക്കെതിരായി പ്രാർത്ഥിച്ചതുമില്ല. ഒരിക്കലും പ്രാർത്ഥിച്ചില്ല, അയ്യോ ഈ പെനീന എനിക്കെതിരായിട്ട് പറയുന്ന ദൈവമേ അവളെ നശിപ്പിച്ച് കളയണമേ എന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ പോയി ഹന്ന ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവൾക്ക് നിരാശ ഉണ്ടായിരുന്നു, അവളുടെ നെടുവീർപ്പുണ്ടായിരുന്നു, അവളുടെ ജീവിതത്തിലെ അവൾ മച്ചിയായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞ് ആളുകൾ അവളെ കളിയാക്കുകയും അവരെ നിരാശപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്തപ്പോഴേ
അവരോട് പ്രതികരിച്ചതൊന്നുമില്ല. അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവ സാന്നിധ്യം അവളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അവൾ സന്തോഷിച്ചു. അത് മാത്രവുമല്ല, അതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയാം. അവൾക്ക് വലിയ നന്മ പിന്നീട് വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് കാണും. അതുകൊണ്ട് എന്താണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്? തിരുവെഴുത്ത് നമ്മൾ കത്താൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറും. ഈ തിരുവെഴുത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നമ്മുടെ പഴയ കൺസെപ്റ്റുകൾ പലതും അങ്ങ് മാറിപ്പോവുകയാണ്. നമ്മൾ പല കാര്യങ്ങളും ധരിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, നമ്മുടെ സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് ഒക്കെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിലേക്ക് ഈ ദൈവവചനം അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. ഈ കൃപായുഗത്തിൽ പലതും നമ്മൾ ജീവിക്കുമ്പോൾ പലതും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊന്നും സാരമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള വാളാണെന്ന് എബ്രായർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു. എബ്രായർ 4:12 പല സമയങ്ങളിൽ നമ്മൾ റെഫർ ചെയ്ത് പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിന് നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധ്യമാകും. നിങ്ങൾക്കറിയാം, ഈ ശുശ്രൂഷയുടെ പേര് തന്നെ മെറ്റനോയ മിനിസ്ട്രീസ് എന്നാണ്. ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ, ഹൃദയത്തിൻ്റെ രൂപാന്തരം, അതാണ് ആവശ്യം. ഈ ഹൃദയത്തിൻ്റെ രൂപാന്തരം അല്ലെങ്കിൽ ഹൃദയത്തിലെ ചിന്തകൾ നമ്മളെ ശുദ്ധീകരിച്ച് ദൈവവചനപ്രകാരമായില്ലെങ്കിൽ അവിടെ ഒരു വിടുതൽ വരികയില്ല. നമ്മളെപ്പോഴും ആ നിരാശയുടെ കെട്ടിൽ ആയിരിക്കും. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എമ്മുവേസിലുള്ള യാത്രയിൽ അവർ കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മിഷൻ തന്നെ മാറി. അവർ തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അവിടെ നിരാശയെല്ലാം ഓടി ഒളിച്ചു. എൻ്റെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകത്ത് ജീവൻ വരുന്നു. അതാണ് ജീവൻ കെടുത്തുന്ന സ്ഥലത്ത് ജീവൻ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ എസ്കേലിൽ പറയുന്ന ഈ അസ്ഥിയോട് പ്രവചിക്കാൻ പറയുന്നു. പ്രത്യാശയില്ലാത്ത ഇസ്രായേലിനോട് വചനം പറയുമ്പോഴേ ജീവൻ വെക്കുന്നതായിട്ട് കാണുന്നു. ഇന്ന് അനേകം ജീവിതങ്ങളെ പിശാചൂറ്റി കുടിച്ച് കരിമ്പിൻ ചണ്ടി പോലെ ആക്കിയിട്ടിരിക്കുകയാണ്. ഈ നിരാശയുടെ വലിയ ഘട്ടം ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞതാണ്, നല്ല ജോലിയായിരുന്നു ബ്രദറെ, നല്ല ജോലിയായിരുന്നു. അവൻ ജർമ്മനിയിലായിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല ജോലിയിൽ പ്രവേശിച്ച് നല്ല ജോലിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം വിട്ടെറിഞ്ഞ് ഭവനത്തിൽ വന്നിരിക്കുക, നിരാശയിലാണ്. ഇപ്പം ചില മാനസിക വിഭ്രാന്തി കാണിക്കുന്നതുകൊണ്ട് ഡോക്ടർമാർ, സൈക്കാട്രിസ്റ്റിനെ ഒരിക്കൽ പോയാൽ എന്താ ചെയ്യുക? അവർ അതിനുള്ള മരുന്ന് കൊടുക്കും. അവരുടെ മരുന്ന് കൊടുത്തിട്ട് തൽക്കാലം അവനെ ഉറക്കാനും അങ്ങനെ ഒരു ഡള്ളായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക, പുറത്തോട്ട് ഇറങ്ങത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥനയല്ലാതെ മാർഗമില്ല. പിശാച് ഊറ്റി കുടിച്ച് കരിമ്പിൻ ചണ്ടി പോലെ ആക്കിയിട്ടിരിക്കുക. നിരാശയുള്ളവരുടെ മുഖത്ത് രക്തോട്ടമില്ല. പ്രത്യാശയുള്ളവരുടെ മുഖം നല്ലപോലെ ശോഭിക്കും. അതാണ് ദൈവത്തിലുള്ള പ്രത്യാശ. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതെന്ന്, ഈ നിരാശ മാറണമെങ്കിൽ നിൻ്റെ ഉള്ളിലെ ഹൃദയത്തിലെ ശുദ്ധീകരണം വരണം. നിൻ്റെ ഉള്ളിൽ വചനം കത്തണം. നിൻ്റെ ഉള്ളിൽ നിന്ന് വചനം കത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യം നമ്മുടെ ഹൃദയത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. പ്രവാചകൻ എലീശ വെള്ളം ചീത്തയായ കാര്യം നമുക്കറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വെള്ളമൊക്കെ ചീത്തയായ കാര്യം നമുക്കറിയാം. അന്നേരം എന്താണ്? വെള്ളത്തിൻ്റെ ഉറവയിൽ ഉപ്പിട്ടു എന്ന് നമ്മൾ കാണുന്നു. ഇന്ന് ഇതുപോലെ ഹൃദയത്തിൻ്റെ ആണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത്. പ്രശ്നത്തിലല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. പുറമേയുള്ള ഇഷ്യൂകൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. എല്ലാം പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഉറവയ്ക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. ഈ കാണുന്ന കിണറുകളിലെല്ലാം ഉപ്പിട്ടാലും പറ്റത്തില്ല. ആവശ്യമുള്ളിടത്ത്, എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ ഉപ്പിടണം. ദൈവവചനം ചെന്ന് തുളച്ച് ചെല്ലണം.
തുളച്ച് ചെന്ന് അത് വേണ്ടാത്തൊക്കെ വെട്ടിക്കളയും, വേണ്ടാത്തൊക്കെ കുത്തിയെടുത്ത് കളയും, വേണ്ടാത്തൊക്കെ കത്തിച്ച് കളയും ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നീ ഇന്ന് അടിമുടി മാറിയേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴേ നിൻ്റെ ഹൃദയത്തിലെ ഒരു രൂപാന്തരം, നിനക്കൊരു ഫീലിങ്സ് ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ചില ആളുകളുണ്ട് ഈ കാറ്റ് പിടിച്ച കട്ടയെ പോലെ ഇങ്ങനെ ഇരിക്കും, കല്ല് പോലെ ഇരിക്കും, അനങ്ങത്തില്ല. ദൈവത്തിൻ്റെ വചനം ചെന്നാലൊന്നും യാതൊരു വ്യത്യാസമില്ല, ഇതുപോലെ ഇരിക്കും. ഇതിലേക്കൂടെ ഇങ്ങനെ കേൾക്കും, ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവും, അല്ലാതെ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മുടെ അസ്ഥികളെ ഉണക്കുന്ന ഹൃദയത്തിലുള്ള വേണ്ടാത്ത ചിന്തകളെ ഇന്ന് എടുത്തു കളയണം. അത് നിങ്ങളുടെ അസ്ഥികളെ ഉണർത്തിയാൽ നിങ്ങൾക്ക് അതൊരു മെഡിസിൻ പോലും ഏൽക്കത്തില്ല. പിന്നെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് പോലും ഏൽക്കത്തില്ല. നിങ്ങൾ എവിടെ പോയി ട്രീറ്റ് ചെയ്താലും ഏൽക്കത്തില്ല. മാനസിക രോഗത്തിന് പോയി സൈക്കാട്രിസ്റ്റ് അരികെ പോയി മരുന്ന് വാങ്ങിച്ചാൽ അത് ഏൽക്കത്തില്ല. ആശുപത്രിയിൽ പോയി നിങ്ങൾ മരുന്ന് വാങ്ങിച്ചാൽ അത് ഏൽക്കത്തില്ല. കാര്യം എന്താണ്? നിങ്ങളെ പിശാച് ഊറ്റിക്കുടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ഇന്ന് ഈ ചിന്ത പൊട്ടിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 5 എപ്പിസോഡോളം ഇത് തന്നെ ഞാനിത് പറഞ്ഞു, ചിന്താമണ്ഡലം. അതിന് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഈ ചിന്താമണ്ഡലത്തെക്കുറിച്ച് പറയുന്നത്. ഇനി എനിക്ക് ദൈവം അനുവദിക്കാവുന്ന ഒരു എപ്പിസോഡൂടെ എനിക്ക് ഈ ചിന്താമണ്ഡലത്തെക്കുറിച്ച് പറയാം. പിന്നെയും പറയുമ്പോൾ ഇത് തന്നെ വരും. കാരണം പലതും ഈ ചിന്തയിൽ കൂടെ കയറിയാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനമാണ് അവിടെ ചെന്ന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്താമണ്ഡലങ്ങളിലെ പിശാച് കയറി കൂടിയിട്ട് ഇത് അനേകം ജീവൻ തകർന്നു പോയിരിക്കുന്ന ഞങ്ങളെ കാണുന്നല്ലോ കർത്താവേ. അസ്ഥികളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിലെ കണ്ണുനീരില്ലാത്ത അവസ്ഥ കർത്താവേ. എല്ലാ രീതിയിലും നിരാശ കർത്താവേ. അവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം ചെന്ന് അവരെ ശുദ്ധീകരിക്കുന്നതും കർത്താവേ, ഉള്ളിലെ വചനം ചെന്നപ്പോഴേ അത് കത്തി അവിടെ പ്രത്യാശ വന്നതും ഒക്കെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയല്ലോ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി നിരാശയിൽ കൂടിയുള്ള വിടുതൽ കർത്താവേ നീ തരുന്ന ഓർത്ത സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ ഒരു ശോഭയുള്ള മുഖം ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വലിയ നിരാശയിലും പിരിമുറുക്കത്തിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏത് വിഷയമാണ് നിങ്ങളെ പിരിമുറുക്കം ഉണ്ടാക്കുന്നത്, ആ വിഷയം ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അങ്ങ് മറന്നു കളയുക. വേറെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളങ്ങ് മറന്നു കളയുക. ദൈവത്തിൻ്റെ വചനം ഇന്ന് പറയുന്നു, നിങ്ങളെ ഹൃദയം ദൈവം ശുദ്ധീകരിക്കാൻ പോകുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇതാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എൻ്റെ ദുഷിച്ച ചിന്തകളെ നീ മാറ്റിക്കളയണമേ. എൻ്റെ ഹൃദയത്തെ ഇന്ന് പൂർണ്ണമായിട്ട് കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്താൽ നിറയ്ക്കണമേ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിച്ചോർത്ത സ്തോത്രം. എല്ലാ മാനസികമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്ന് വിടുവിക്കണം. ചില വ്യക്തികൾ മാനസികമായിട്ട് അനേകം കെട്ടുകളിലായിരിക്കുന്ന ആളുകൾ, പിശാചിൻ്റെ പിടിയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ, ഉറക്ക ഗുളികൾ കഴിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നതെല്ലാം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളുടെ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് നിങ്ങളെ തുടർമാനമായി കാണുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഈ പൈശാചിക കെട്ടുകളിലുള്ളവർ നിങ്ങൾ പേഴ്സണലായിട്ട് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയറിലെ പ്രെയർ റിക്വസ്റ്റ് തരികയോ ചെയ്താൽ അതിലൊക്കെ വലിയ വിടുതലുണ്ടാവും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യുക. വലിയൊരു വിടുതൽ ഇനി ഒരു 10-15 എപ്പിസോഡ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ദൈവം ഇടവരുത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.